ആറളം പുനരധിവാസ മേഖലയിൽ ജനകീയ കാട് വെട്ടിത്തെളിക്കൽ യജ്ഞത്തിൽ പങ്കാളികളായി നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ. പുനരധിവാസ മേഖലയിൽ നിന്നും തുരത്തുന്ന കാട്ടാനകൾ മേഖലയിലെ ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിലെ കാടുകളിൽ മറഞ്ഞിരിക്കുന്നത് പ്രതിസന്ധിയുണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കാട് വെട്ടിത്തെളിച്ചത്. ആറളം പുനരധിവാസ മേഖലയിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനായി നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി. പുനരധിവാസ മേഖലയിൽ നിന്നും തുരത്തുന്ന കാട്ടാനകൾ മേഖലയിലെ താമസമില്ലാത്ത പ്രദേശങ്ങളിലെ കാടുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് പ്രതിസന്ധിയുണ്ടാക്കിയിരുന്നു. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് പ്രാദേശികമായി രൂപീകരിച്ച ജനകീയ കമ്മിറ്റികളുടെ യോഗ തീരുമാനപ്രകാരം ജനകീയ കാട് വെട്ടിത്തെളിക്കൽ യജ്ഞം ആരംഭിച്ചത്. സണ്ണി ജോസഫ് MLA നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യജ്ഞം. ഓടംതോടിലെത്തിയ സന്നദ്ധ പ്രവർത്തകർ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല ബ്ലോക്കുകളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുകയായിരുന്നു. കനത്ത ചൂടിനെ വകവയ്ക്കാതെ സന്നദ്ധ പ്രവർത്തകർ ശ്രമദാനം നടത്തിയപ്പോൾ അവർക്ക് പിന്തുണയുമായി പുനരധിവാസ മേഖലയിലെ ആദിവാസി സമൂഹവും രംഗത്തെത്തി. രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ, യുവജന സംഘടനകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരും യജ്ഞത്തിൽ പങ്കാളികളായി. ഇവിടെ കാട് തെളിക്കുക ഞാൻ പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഈ മരണത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനൊരു വലിയ യജ്ഞമായിട്ട് കാട് തെളിക്കണം എന്ന് പറഞ്ഞു. ഇന്നലെ ചേർന്ന മീറ്റിങ്ങിൻ്റെ അകത്ത് ഇത് പറഞ്ഞപ്പോഴും ഇത് ഇവിടുത്തെ ലോക്കൽ പീപ്പിളിന് ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് മാത്രം തീരുമെന്ന് ഞാൻ കരുതുന്നില്ല. സമീപ പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പുകാരും സന്നദ്ധ സംഘടനകളും അതിൻ്റെ കൂടെ ഞാനൊന്നും കൂടി പറഞ്ഞിരുന്നു. ഇന്നലെ കളക്ടർ വിളിച്ചും പറഞ്ഞിരുന്നു. ഒന്ന് പോലീസ്, നമ്മളുടെ ആംഡ് ഫോഴ്സിലുള്ള പോലീസുണ്ട്, അവർ ഉപയോഗപ്പെടുത്താം. ആവശ്യമെങ്കിൽ ആ സേവനം കൊണ്ട് മതിയാകുന്നില്ലെങ്കിൽ വേണമെങ്കിൽ സേനയെ വിളിക്കുക, പട്ടാളത്തെ വിളിക്കുക. അവരൊക്കെ കണ്ണൂരിലിരിക്കുന്നവരാ. കണ്ണൂരുണ്ട് നമുക്കത്. പോലീസ്, ആംഡ് ഫോഴ്സിലെ പോലീസ്, KPയുടെ പോലീസ് അവിടെയുണ്ട്. അവരെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആയുധമുണ്ട്. ആയുധം വേണമെങ്കിൽ ശേഖരിച്ചുകൊണ്ട് ഒരാഴ്ച ആറളം ഫാം സ്കൂളിലോ കിഴ്പ്പള്ളിയിലോ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ഏരിയ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിത്തെളിക്കാൻ സാധിക്കും. അവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുക, ജനപ്രതിനിധികളിൽ നിന്ന് സഹായിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എന്നിട്ട് ആനയെ തുരത്തിയാൽ മാത്രമേ ഇവിടെ തുരത്തലും ഭദ്രമാവുള്ളൂ. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ, ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, വാർഡംഗം മാനി ദിനേശൻ, ഇരിട്ടി തഹസീൽദാർ CV പ്രകാശൻ, ആറളം വൈൽഡ് ലൈഫ് വാർഡൻ G. പ്രദീപ, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ, വനംവകുപ്പ് RRT സംഘം, വാച്ചർമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.